അമേരിക്കയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള ആദ്യ ഉപാധി മുന്നോട്ട് വെച്ച ഇറാൻ പരമോന്നത നേതാവ് മുസ്തഫ ഖമനേയി ലെബനനിൽ നിന്നും ഇസ്രയേൽ പിന്മാറണമെന്നാണ് ആ ഉപാധി. സംഘർഷത്തിൽ നിന്നുള്ള താൽക്കാലിക ഇടവേളയിൽ ഇറാൻ തങ്ങളുടെ ആവശ്യങ്ങൾ ശക്തമാക്കുന്നതിന്റെ സൂചനയാണ് പരമോന്നത നേതാവ് നൽകിയത്. ലെബനനിൽ നിന്ന് ഇസ്രയേൽ പൂർണ്ണമായും പിന്മാറാതെ ചർച്ചകൾ നടക്കില്ലെന്നാണ് മുസ്തഫയുടെ പുതിയ സന്ദേശം. അമേരിക്കയുമായി കരാറിലെത്തുന്നുണ്ടെങ്കിൽ ഇതിനുശേഷം മാത്രമായിരിക്കുമെന്നു കൂടിയാണ് പരമോന്നത നേതാവ് ഉറപ്പിക്കുന്നത്. അതേസമയം ഇറാനെ മറികടന്ന് ഹോർമൂസ് കടക്കാൻ ശ്രമിച്ച 6 കപ്പലുകളിൽ ഒന്ന് മൈനിൽ തട്ടി അപകടത്തിൽപ്പെട്ടതായി ഇറാൻ അവകാശപ്പെട്ടു. ഹോർമൂസ് കടക്കാൻ 6 കപ്പലുകൾ അമേരിക്കൻ സഹായത്തോടെ ശ്രമിച്ചെന്നും അതിലൊന്ന് കടലിലെ മൈനിൽ തട്ടി തകർന്നെന്നുമാണ് പുതുതായി ഇറാൻ അവകാശപ്പെട്ടിരിക്കുന്നത്. ഇറാന്റെ കപ്പൽ ആക്രമിക്കപ്പെട്ടതിൽ യുക്രൈന് നേരെ തിരിച്ചടിയുണ്ടാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ബ്രിട്ടന് പുറമെ യുക്രൈനെയും ഇറാൻ വെല്ലുവിളിച്ചത് സംഘർഷം പടരുമെന്ന ആശങ്ക കൂട്ടുന്നതാണ്. അമേരിക്കയെ കൃത്യവും തീവ്രവുമായി തിരിച്ചടിക്കാൻ ഇറാനെ റഷ്യ സഹായിക്കുന്നു എന്ന് നേരത്തെ ആരോപണം ഉണ്ടെന്നിരിക്കെയാണ് ഇറാൻ കപ്പൽ യുക്രൈൻ ആക്രമിച്ച് നാവികർ കൊല്ലപ്പെട്ടത്. ഇത് ഇസ്രയേലിന് വേണ്ടിയാണെന്നും തിരിച്ചടിക്കുമെന്നുമാണ് ഇറാന്റെ ഭീഷണി. അമേരിക്ക ഇറാൻ സംഘർഷം റഷ്യ യുക്രൈൻ പരിധിയിലേക്ക് കൂടി കടന്നാൽ വ്യാപക സംഘർഷമാകും ഫലമെന്നതാണ് ആശങ്ക. അതേസമയം ഹോർമൂസിൽ കപ്പലുകളെ ആക്രമിക്കാനുള്ള ഇറാന്റെ ശേഷി തകർക്കുന്ന നിലവിലെ ആക്രമണം ലക്ഷ്യം നേടിയെന്നും ഇനിയും അത് തുടരുന്നതിൽ അർത്ഥമില്ലെന്നും സെൻട്രൽ കമാൻഡ് മേധാവി അഡ്മിറൽ ബ്രാഡ് കൂപ്പർ നിലപാടെടുത്തതായാണ് റിപ്പോർട്ടുകൾ. കൂടുതൽ വലിയ ലക്ഷ്യങ്ങൾക്ക് വലിയ സൈനിക നീക്കം വേണമെന്നും അതിനുള്ള അനുമതി കാക്കുകയാണെന്നുമാണ് കരുതുന്നത്. എന്നാൽ അമേരിക്കയ്ക്കും ഇറാനുമിടയിൽ 3 ദിവസമായി പുതിയ സംഘർഷം ഉണ്ടായില്ല എന്നത് ലോകത്തിന് ആശ്വാസമേകുന്നതാണ്. അതിനിടെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നാളെ അമേരിക്കയിലേക്കെത്തും. ശേഷം നടക്കുന്ന ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ച ഇറാൻ യുദ്ധത്തിൽ നിർണായകമാകുമോ എന്നത് കണ്ടറിയണം. ഇറാനെതിരെ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 13 ദിവസമായി ഇറാനിലെ വിവിധ കേന്ദ്രങ്ങൾക്ക് നേരെ പ്രതിദിനം ബോംബ് വർഷിക്കാൻ ട്രംപ് അനുമതി നൽകിയിരുന്നു. എന്നാൽ വെള്ളിയാഴ്ച നടത്താനിരുന്ന വൻ ആക്രമണ പദ്ധതിയിൽ നിന്ന് ട്രംപ് അവസാന നിമിഷം പിന്മാറുകയായിരുന്നു. റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് കടുത്ത സമ്മർദ്ദമുയർന്നതാണ് ട്രംപിനെ പിന്നോട്ട് വലിച്ചതെന്നാണ് സൂചന. ഇത് താൽക്കാലിക വെടിനിർത്തലാണോ അതോ അമേരിക്കയുടെ വിദേശ നയത്തിൽ വന്ന വൻ മാറ്റമാണോ എന്നത് വ്യക്തമല്ല. വലിയൊരു യുദ്ധത്തിലേക്ക് മേഖലയെ തള്ളിവിടാതെ നയതന്ത്ര ചർച്ചകൾക്ക് ഒരു അവസരം കൂടി നൽകാനാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്. പശ്ചിമേഷ്യൻ ചരക്കുനീക്കത്തിന്റെ നാഡിയായ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒമാൻ പ്രതിനിധി സംഘം ടെഹ്റാനിൽ എത്തിയിട്ടുണ്ട്. ഒമാനും ഇറാനും തമ്മിൽ നടത്തുന്ന ചർച്ചകൾ ശുഭകരമായി പുരോഗമിക്കുകയാണെന്നും ഈ വാരാന്ത്യത്തോടെ ഒമാൻ ഇറാൻ കരാർ ഒപ്പുവെക്കുമെന്നതാണ് റിപ്പോർട്ടുകൾ. ഈ ചർച്ചകളുടെ ആകെ തുക വിലയിരുത്തിയ ശേഷമായിരിക്കും കരാർ അംഗീകരിക്കണമോ എന്നതിൽ ട്രംപ് അന്തിമ തീരുമാനമെടുക്കുക. അതിനിടെ ഇറാനുമായുള്ള യുദ്ധം കൂടുതൽ തീവ്രമാകുന്നതിനെക്കുറിച്ച് US വൈസ് പ്രസിഡന്റ് JD വാൻസും ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്നും ആശങ്ക പ്രകടിപ്പിച്ചതായി റിപ്പോർട്ട് പുറത്തുവരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും സൈനിക നടപടികളെക്കുറിച്ച് ആലോചിക്കുന്നതിനിടയിലാണ് ഇവർ ഈ മുന്നറിയിപ്പ് നൽകിയത്. ഇതിനു പിന്നാലെയാണ് US പശ്ചിമേഷ്യയിലെ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിയിരിക്കുന്നു എന്ന വിവരവും പുറത്തുവരുന്നത്. യുഎസിന്റെ പക്കലുള്ള വെടിക്കോപ്പുകളുടെ ശേഖരത്തെക്കുറിച്ചും യുദ്ധം വഷളായാൽ ഉണ്ടാകുന്ന മറ്റ് ദോഷകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ജനറൽ കെയ്ൻ ട്രംപിനോട് പ്രത്യേകം സംസാരിച്ചുവെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ലഭ്യമായ സൈനിക മാർഗങ്ങൾ ഉപയോഗിച്ച വിജയം കൈവരിക്കാൻ സൈന്യത്തിന് സാധിക്കുമെങ്കിലും അതിന്റെ അനന്തരഫലങ്ങൾ ഗൌരവമായിരിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. വെടിക്കോപ്പുകളുടെ കുറവിനെക്കുറിച്ചുള്ള ആശങ്കയാണ് ട്രംപിന് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ട പ്രധാന വിഷയങ്ങളിലൊന്ന്. ഈ ആശങ്കകളാണോ അതോ മറ്റു കാരണങ്ങളാണോ തുടർച്ചയായ ആക്രമണങ്ങൾ നിർത്തിവെക്കാൻ യുഎസിനെ പ്രേരിപ്പിച്ചത് എന്ന് നിലവിൽ വ്യക്തമല്ല. പ്രസിഡന്റ് ട്രംപ് എപ്പോഴും നയതന്ത്രപരമായ പരിഹാരത്തിനാണ് മുൻഗണന നൽകുന്നത് എന്ന് വ്യക്തമാകാറുണ്ട്. എന്നാൽ ഹോർമൂസ് കടലിടുക്കിലോ സഖ്യകക്ഷികൾക്കെതിരെയോ ഇറാൻ ഭീകരപ്രവർത്തനങ്ങൾ തുടരുകയാണെങ്കിൽ എല്ലാ സൈനിക നടപടികളും സ്വീകരിക്കാനുള്ള അധികാരം അദ്ദേഹം നിലനിർത്തും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.